നമ്മളെ 7th ക്വസ്റ്റ്യൻ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ലെസണിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ടോപ്പിക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദി ഫസ്റ്റ് കോൺഫിഗറേഷൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ, 4 identical charges Q0 are kept at the corners A, B, C, D of square of side A. In the second configuration 2, the same charges are shifted to midpoints G, E, H, F of the square if K equal to 1 by 4 pi epsilon 0. The difference between potential energies of configuration 2 and 1 is given by. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കോൺഫിഗറേഷൻ 1 നോക്കാം. ആ കോൺഫിഗറേഷൻ 1 പൊട്ടൻഷ്യൽ എനർജി എടുത്താൽ നമുക്കിതാ 2 ചാർജസ് ഉള്ള നോക്ക്, ഈ സൈഡിൽ അല്ലെ എത്ര പേഴ്സ് വരും? 1, 2, 3, 4 പേഴ്സ് വരും അല്ലെ. എല്ലാ ചാർജസും സെയിം ആണ്, ചാർജസിനുള്ള ഡിസ്റ്റൻസും സെയിം ആണ് അല്ലെ. അപ്പൊ ഈ സൈഡിൽ ഇങ്ങനെ 2 ആളുകളെ പേർ, ഇവരെ 2 പേരുടെയും എനർജി അല്ലെ, പിന്നെ ഈ 2 പേരുടെയും പൊട്ടൻഷ്യൽ എനർജി, പിന്നെ ഈ 2 പേരുടെയും പൊട്ടൻഷ്യൽ എനർജി, ഈ 2 പേരുടെയും പൊട്ടൻഷ്യൽ എനർജി അല്ലെ. ഇത് 4 പൊട്ടൻഷ്യൽ എനർജി സെയിം അല്ലേ അല്ലെ, കാരണം ചാർജസും സെയിം ആണ്, ഡിസ്റ്റൻസും സെയിം ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ 4 സൈഡ് പെയർസ് ഇല്ലടാ അല്ലെ, അവിടെയുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 4 ടൈംസ് ഒരു പെയറിന്റെ പൊട്ടൻഷ്യൽ എനർജി അല്ലേ. ആ ഒരു പെയറിന്റെ പൊട്ടൻഷ്യൽ എനർജി K ഇൻറ്റു ആ 2 ചാർജസിന്റെ പ്രോഡക്റ്റ് Q1 Q2 അത് Q0 സ്ക്വയർ എന്ന് വരും, ഡിവൈഡഡ് ബൈ A വരും അല്ലെ. എന്ത് കിട്ടി? ഈ 4 സൈഡ് ചാർജസിന്റെ പെയർസിന്റെ പൊട്ടൻഷ്യൽ എനർജി കിട്ടി അല്ലെ. ഇനി അടുത്ത 2 പെയർ എന്താ വരിക എന്നറിയാം? ഈ 2 ആളുകൾ അല്ലെ, ഡയഗണലി കാണുന്ന 2 ആളുകൾ അല്ലെ. അതേമാതിരി ഡയഗണലി ഇവർ 2 പേരും ഇല്ലേ അല്ലെ. അപ്പൊ ഒരാളെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ച് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അല്ലെ. അപ്പൊ നമ്മളെ കോൺഫിഗറേഷൻ 1ന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അല്ലെ, ആ ഡയഗണലി ഉള്ള ആളുകൾ നോക്കിയാൽ KQ സ്ക്വയർ ഡിവൈഡ് ബൈ ഓരോടക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? √2A അല്ലെ. അങ്ങനത്തെ എത്ര പേഴ്സ് ഉണ്ട്? 2 ആളുകളുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ ഫസ്റ്റ് പെയറിന്റെ അല്ലെ എന്ത് വരുന്നത്? പൊട്ടൻഷ്യൽ എനർജി വരുന്നത് അല്ലെ, മീൻ ഫസ്റ്റ് കോൺഫിഗറേഷന്റെ പൊട്ടൻഷ്യൽ എനർജി വരുന്നത്. ശരിയല്ലേ? ഓക്കെ, ഇനി നമ്മൾ ആ സെക്കൻഡ് കോൺഫിഗറേഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ ഓക്കെ നോക്കണേ. ആ സെക്കൻഡ് കോൺഫിഗറേഷനിൽ ഈ 2 ആളുകൾ നമ്മൾ ചേർന്നുള്ള ഒരു സിസ്റ്റം, അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? K അല്ലെ, Q0 ഡിവൈഡ് ഈ ഡിസ്റ്റൻസ് A അല്ലേ. ഇതേമാതിരിയുള്ള ഒരാളല്ല ഈ 2 പേഴ്സും ഇവിടെയുള്ള 2 ആളുകളും അല്ലെ. ഈ 2 ആളുടെയും പൊട്ടൻഷ്യൽ എനർജി സെയിം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരാളെ പൊട്ടൻഷ്യൽ എനർജി KQ0 സ്ക്വയർ ബൈ A ആണ് അല്ലെ അല്ലെ. ഒരു പെയറിന്റെ ശരിയല്ലേ, ഒരു പെയറിന്റെ പൊട്ടൻഷ്യൽ എനർജി KQ0 സ്ക്വയർ ബൈ A ആണെങ്കിൽ അങ്ങനത്തെ 2 പെയർസ് ഉണ്ട്. അപ്പൊ 2 ഇൻറ്റു KQ0 സ്ക്വയർ ബൈ A എന്ന് വന്നില്ലേ, പ്ലസ്. ഓക്കെ, ഇനി നോക്കണേ, ഇനി ശരിക്കും നോക്കണം. ഇനി അടുത്ത ആളുകൾ എടുക്കുന്ന, അടുത്ത പേഴ്സ് എടുക്കുന്ന ശരിക്കും നോക്കണേടാ മക്കളെ. ഇങ്ങനെ 2 ആളുകൾ, ഒരു പെയർ അല്ലെ, അടുത്ത പെയർ ഇത് 2 അല്ലെ, അടുത്ത പെയർ ഇത് 2, അടുത്ത പെയർ ഇത് 2, ശരിയല്ലേ. ഈ 4 പേഴ്സ് ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 അല്ലെ. ആ 4 ആളുകളുടെയും പൊട്ടൻഷ്യൽ എനർജി സെയിം ആയിരിക്കല്ലോ അല്ലെ. അപ്പൊ നമ്മൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി കാണാൻ ഒരാൾ കണ്ടിട്ട് ഇൻറ്റു 4 ചെയ്താൽ മതി. അതിനാ ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കടാ മക്കളെ? ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് കാണാൻ അതിനിതാ ഇത് A/2 അല്ലേ, ഇത് A/2 അല്ലേ, ശരിയല്ലേ. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാണ് നമുക്ക് കിട്ടുക? A/√2 എന്നല്ലേ കിട്ടുക അല്ലെ. √A സ്ക്വയർ ബൈ 4 പ്ലസ് A സ്ക്വയർ ബൈ 4, √A സ്ക്വയർ ബൈ 2. അപ്പൊ ഈ ഡിസ്റ്റൻസ് A/√2 എന്ന് കിട്ടും, ശരിയല്ലേ. അപ്പൊ 4 ഇൻറ്റു KQ0 സ്ക്വയർ ഡിവൈഡ് ബൈ A ഡിവൈഡഡ് ബൈ √2. ശരിയാണോ അല്ലെ? സോ നമുക്കിത് സോൾവ് ചെയ്താൽ U2 ഈക്വൽ ടു 2 ഇൻറ്റു KQ0 സ്ക്വയർ ബൈ A പ്ലസ് 4√2 KQ0 സ്ക്വയർ ബൈ A എന്ന് വരൂലേ.
ശരിയല്ലേ? U2 കിട്ടിയില്ലേ? അല്ലേ? U1 നമ്മുടെ കയ്യിലില്ലേ? ഓക്കെ, ആ U1 നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ആ U1 ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് ഇതാ ഈ √2 ഈ 2 കട്ട് ചെയ്താൽ അല്ലേ? സോ U1 is equal to 4 into KQ0² A plus √2 into KQ0² A എന്ന് വരൂലേ? ഇതാ ഈ √2 കട്ട് ചെയ്താൽ അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താടാ മക്കളെ? U2 മൈനസ് U1 കാണാനല്ലേ ക്വസ്റ്റ്യൻ? U2 മൈനസ് U1 അല്ലേ? അപ്പോൾ ഇതാ U2 മൈനസ് U1 കണ്ടാൽ ഇതാ ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് നോക്ക്. അപ്പോൾ ഇതാ ഈ രണ്ടാളുകളെ മൈനസ് ചെയ്താൽ അല്ലേ 2KQ0² A എന്ന് 4KQ0² A മൈനസ് ചെയ്യാം അല്ലേ? എത്ര വരിക? 2 അല്ലേ വരിക അല്ലേ? അപ്പോൾ അത് മൈനസ് 2KQ0² A എന്ന് വന്നില്ലേ അല്ലേ? ഇനി ഈ രണ്ടാളുകളെ മൈനസ് ചെയ്ത് നോക്ക്. ഇതാ ഈ രണ്ടാളുകൾ ഇതാ 4 √2K0² A എന്ന് √2 KQ0² A മൈനസ് ചെയ്താൽ 4 √2 √2 മൈനസ് എത്ര വരിക? 3 അല്ലേ? 3 √2 എന്നല്ലേ വരിക? പ്ലസ് 3 √2 KQ0² ഡിവൈഡഡ് ബൈ A എന്ന് വരും അല്ലേ? ഇവിടെ നമ്മൾ നോക്കിയാൽ ആ KQ0² A കോമൺ അല്ലേ? ആ KQ0² A നമ്മൾ കോമൺ ആയിട്ട് എടുത്താൽ സോ ദാറ്റ്സ് ഈക്വൽ ടു KQ0² ഡിവൈഡഡ് ബൈ A അല്ലേ? ഇത് നമ്മൾ കോമൺ ആയിട്ട് എടുത്താൽ ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റു KQ0² A ഇൻറ്റു 3 √2 അല്ലേ മൈനസ് 2 എന്നല്ലേ നമുക്ക് ആൻസർ കിട്ടുക? ഇതല്ലേ U2 മൈനസ് U1 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി അല്ലേ? KQ0² A ഇൻറ്റു 3 √2 മൈനസ് 2 എന്ന് വരും. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ്.